എല്ലാവരും ഒരു മിനിറ്റ് കണ്ണടച്ചാട്ടെ. ഓക്കെ, എല്ലാവരും കണ്ണു തുറന്നേ. ഒരു മിനിറ്റ്, അതായത് 60 സെക്കൻഡ്. എത്ര ദൈർഘ്യമുണ്ട് അല്ലേ? നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റ്സിൽ ഇറ്റ്സ് മീ അബ്ദുള്ള കണ്ണൂർ. ഇന്നത്തെ ടോപ്പിക് ടൈം മാനേജ്മെൻറ്റ്. വളരെ ബിസിയാണെങ്കിലും വളരെ ഈസിയായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതൊക്കെ ഇവർ ചെയ്ത് പൂർത്തിയാക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കാര്യം എടുത്ത് നോക്കൂ. നമുക്ക് എപ്പോഴും തിരക്കാണ്, ഒന്നിനും സമയമില്ല, എപ്പോഴും പരാതിയാണ്. നമുക്ക് സമയം കിട്ടുന്നേ ഇല്ല, സമയം തീരെ ഇല്ല, ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടുന്നില്ല അല്ലേ? ഈ പ്രപഞ്ചത്തിൽ തുല്യമായി ലഭിച്ച ഏക സമ്പാദ്യം അത് സമയമാണ്. സൗന്ദര്യം, സമ്പത്ത്, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് വേരിയേഷൻസ് ഉണ്ട്. പക്ഷേ സമയം എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറാണ് അല്ലേ? അത് കൃത്യമായി, എഫിഷ്യൻ്റായി, ഫലപ്രദമായി വിനിയോഗിക്കുന്നതിലാണ് വിജയം. അതിനെയാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയാം. സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി കാര്യങ്ങളെ ലക്ഷ്യബോധത്തോടു കൂടി പ്ലാൻ ചെയ്ത് പ്രാധാന്യത്തിനനുസരിച്ച് ക്രമീകരിച്ച് നിർവഹിക്കുകയും ചെയ്ത കാര്യങ്ങൾ വിലയിരുത്തുകയും ആവശ്യമായ മാറ്റം വരുത്തി ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുക. ഉള്ള സമയത്തെ എഫിഷ്യൻ്റായി എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഒരു പേപ്പർ എടുക്കുക. അത് 4 പീസാക്കി മാറ്റുക. ഒന്നാമത്തെ പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ്റ് എന്നെഴുതി നമുക്ക് പ്രാധാന്യമുള്ളതും പെട്ടെന്ന് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ദിവസത്തെ കാര്യങ്ങൾ എഴുതുക. രണ്ടാമത്തതിൽ നോട്ട് ഇമ്പോർട്ടൻ്റ് ബട്ട് അർജൻറ്റ് എന്നെഴുതി ഇന്ന് അത്ര പ്രാധാന്യമില്ലാത്തതും പക്ഷേ പെട്ടെന്ന് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. മൂന്നാമത്തെ പേപ്പറിൽ നോട്ട് അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻ്റ് എന്നെഴുതി നമുക്ക് പ്രാധാന്യമുള്ളതും അതുപോലെ പെട്ടെന്ന് ചെയ്യേണ്ടതില്ലാത്ത കാര്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നാലാമത്തെ പേപ്പറിൽ നോട്ട് ഇമ്പോർട്ടൻ്റ് നോട്ട് അർജൻറ്റ് എന്നെഴുതി നമുക്ക് പ്രാധാന്യവുമില്ല ചെയ്യേണ്ടതുമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഒരു ഉദാഹരണവും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് പ്രാധാന്യമുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. നാം ലാസ്റ്റ് എഴുതിയ പേപ്പർ വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിയുക. മൂന്നാമത് എഴുതിയ പേപ്പർ നോട്ട് അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ്, അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. അത് കീശയിൽ മടക്കി വെക്കുക. രണ്ടാമതായി എഴുതിയ നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് അർജൻറ്റ് നമുക്ക് മറ്റൊരാളെ ഏൽപ്പിക്കുക. ആദ്യം എഴുതിയ ഇമ്പോർട്ടൻറ്റ് അർജൻ്റ് ആയിട്ടുള്ള കാര്യം ഡു ഇറ്റ് നൗ. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ക്ലോക്കിനെ ബേസ് ചെയ്തല്ല, മറിച്ച് ജീവിതത്തെ ബേസ് ചെയ്തായിരിക്കണം. ടൈം ഈസ് റിയലി ദ ഓൺലി ക്യാപിറ്റൽ ദാറ്റ് എനി ഹ്യൂമൻ ബീയിങ് ഹാസ് ആൻഡ് ദ ഓൺലി തിങ് ഹി കാൺട്ട് അഫോർഡ് ടു ലൂസ്. താങ്ക് യു ഓൾ. താങ്ക് യു.